ഈ ബ്ലാക്ക് മെയിലിന്റെ പുറകിൽ? പറ ഡോക്ടറെ, ഞാനായിരുന്നു ബ്ലാക്ക് മെയിലിന്റെ പുറകില്. പറയാൻ നീയല്ലേ രാജിയെ കൊന്നത്? പറയടാ, നീയല്ലേ രാജിയെ കൊന്നത്? മോഹനല്ല, ഞാനാ രാജിയെ കൊന്നത്. ഞാന് ആണെന്നാണ് മാലിനിയുടെ വിശ്വാസം. പക്ഷെ സംഭവിച്ചതല്ല. പറയടാ, പറയടാ, എന്തിനാ രാജിയെ കൊന്നത്? പറയാൻ. എന്നും ചെയ്യരുത്, ഞാൻ പറയാം. രാജയെ വെടിവെച്ചിട്ട് മാലിനി നേരെ എന്റെ അടുത്തേക്കാ വന്നത്. സത്യം, ഞാൻ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചതല്ല. അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ. മോഹൻ അവരെ രക്ഷിക്കണം. ആ സ്ത്രീ മരിച്ചിട്ടില്ലെന്ന് മാലിനിക്ക് ഉറപ്പുണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടാ. പിടിപൊട്ടി അവർ നിലവിളിച്ചോണ്ട് താഴേക്ക് വീണു. ഞാൻ ആകെ ഭയന്ന് പുറത്തേക്ക് ഓടി നേരെ ഇങ്ങോട്ട് പോന്നു. മാലിനി വീട്ടിൽ പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? മാലിനി, ആ തോക്കെവിടെ? തോക്ക് തോക്ക് അതെവിടെ വെച്ചു? എനിക്കൊരു ഓർമ്മയില്ല മോഹൻ. ഇനി എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞോ, അതോ അവിടെ തന്നെ? സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ശരി, മാലിനി പോയിക്കോ. സാർ, തോക്ക് കിട്ടിയില്ല. എല്ലായിടത്തും നോക്കി വയറിനാ വെടികൊണ്ടിരിക്കുന്നത്. ഏതായാലും ചത്തിട്ടില്ല. വാ. ഹലോ, ഞാനാ മാലിനി. എങ്ങനെയുണ്ട് മോഹൻ? എങ്ങനെയുണ്ട്? പറയൂ മോഹൻ, പ്ലീസ് പറയൂ. ഐ എം സോറി, ഷീസ് ഡെഡ്. ഞാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി, രക്ഷിക്കാനായില്ല. രക്തം ഒരുപാട് വാർന്നുപോയി. മാലിനി ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. പോലീസിൽ അറിയിച്ചാലോ മോഹൻ? പോലീസിലോ? മാലിനിക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞില്ലേ? രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം. ഇനി ജീവിതകാലം മുഴുവൻ മാലിനി എന്റെ ചൊൽപ്പടിയിൽ നിൽക്കും. ഞാൻ എന്തു പറഞ്ഞാലും അവൾ അനുസരിക്കും. ഗോപിക്കറിയാമോ, അവളെ മോഹിച്ച് ഞാൻ കുറേ പുറകെ നടന്നതാ. എന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ അവളോട് യാചിച്ചിട്ടുണ്ട്. അതിന് അവൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അവൾക്ക് എന്നോട് ചേട്ടനോടുള്ള സ്നേഹമാണെന്ന്. ഇനി അവൾ എന്തു പറയുമെന്ന് ഞാൻ നോക്കട്ടെ. അവൾ മാത്രമല്ല, അവളുടെ സ്വത്തും എനിക്കുള്ളതാണ്. അപ്പൊ ഇവളോ സാർ? ഈ ബോഡി ദൂരെ ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി
കത്തിച്ച് കളഞ്ഞേക്ക്. ആർക്കും സംശയം തോന്നാതെ തന്ത്രപരമായി കൊല്ലാൻ വേണ്ടിയാണ് ഇയാൾ ലതയെ ഇവിടെ കൊണ്ടുവന്നു. ബ്ലാക്ക് മെയിലറെ കൈയോടെ പിടിക്കാനായിട്ട് ലതയെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവരിക, സംശയം തോന്നാത്ത രീതിയിൽ കൊല്ലുക. അഥവാ ആരെങ്കിലും സംശയിച്ചാൽ തന്നെ പറ്റിക്കാൻ ശ്രമിച്ചതിന് ഏതോ ബ്ലാക്ക് മെയിലർ കൊന്നു എന്ന് വരുത്തി തീർക്കുക. അതിനുവേണ്ടിയാണ് പൈസ മുഴുവൻ വെക്കാതെ നടുക്ക് കടലാസ് ബണ്ടിൽ വെച്ച് 2 സൈഡിലും 100 നോട്ട് വെച്ചത്. എന്നല്ലേ പറ്റിച്ചൊന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ കൊല്ലപ്പെട്ട രാജിയുടെ കാര്യം പറഞ്ഞ് ആരോ ലതയെ ഭീഷണിപ്പെടുത്തിയിരുന്ന കാര്യം മാലിനിക്കറിയാം. ഇങ്ങനെ ഒരു നാടകം കളിച്ചാൽ മാലിനിക്കും സംശയം തോന്നില്ലല്ലോ. ഇതൊക്കെ ആയിരുന്നില്ലേ ഡോക്ടറുടെ ഉദ്ദേശം? ഇനി ആ സുരേഷിനെ കൊന്ന എന്തിനാന്നൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കാം. വേണ്ട, ഞാൻ പറയാം. സുരേഷിന്റെ ഡയറിയിൽ നിന്ന് രാജിയുമായിട്ടുള്ള സുരേഷിന്റെ ബന്ധം ഇയാൾ മനസ്സിലാക്കി. എല്ലാവരെയും അകത്താക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നടക്കായിരുന്നല്ലോ സുരേഷ്. സുരേഷ് രാജിയുടെ കാര്യം പോലീസിൽ പറഞ്ഞാൽ പോലീസ് ലതയെ തേടിയെത്തും. അപ്പൊ ചേച്ചിയെ രക്ഷിക്കാൻ അനിയത്തിക്കുള്ള സത്യം പറയേണ്ടി വരും. അപ്പൊ ഡോക്ടർ കൊടുക്കും. അത് പേടിച്ചല്ലേ സുരേഷിനെ തട്ടിയത്? എന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയല്ലേ ആ താക്കോലും ഡയറി എന്നെ ഏൽപ്പിച്ചത്. അതെനിക്ക് മനസ്സിലായി. തന്നെ അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കണക്ട് ചെയ്യാൻ ഒരു ലിങ്ക് കിട്ടണ്ടേ? അന്ന് ലതയെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നത് ഈ ഗോപിയാണ്. ഇന്നും ഫോണിലൂടെ ഭീഷണിപ്പെടുത്താൻ ഡോക്ടർ ഇദ്ദേഹത്തെ ഏർപ്പാട് ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് ഫോൺ ചെയ്യുമ്പോൾ ഞാനും സിഐയും കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഇത്രയൊക്കെ അഭ്യാസം കാണിച്ച ഇയാളെയാണോ മാലിനി രക്ഷിക്കാൻ ശ്രമിച്ചത്? എല്ലാം തുറന്നു പറയാമെന്ന് ഞാൻ നിർബന്ധിച്ചതാ. പക്ഷെ മോഹൻ സമ്മതിച്ചില്ല. കൊലക്കുറ്റം ഒളിച്ചതിന് മോഹനും കൂടി അകത്താവെന്ന് പറഞ്ഞ് എന്നെ വിലക്കി. ഞാനത് വിശ്വസിച്ചു. മോഹൻ എന്നെ സഹായിക്കുകയാണെന്ന് ഈ നിമിഷം വരെ ഞാൻ കരുതിയത്. അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നോട് ക്ഷമിക്കണം ചേച്ചി, എന്നോട് ക്ഷമിക്കണം. സാരമില്ല മോളെ, സാരമില്ല. ഇന്നൊരു രാത്രി മാലിനി പോലീസ് കസ്റ്റഡി കഴിയേണ്ടി വരും. വിധിയാണെന്ന് കരുതിയാൽ മതി. നാളെ രാവിലെ തന്നെ ജാമ്യത്തിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം. ഭയപ്പെടണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇനി നമുക്ക് ധൈര്യമായിട്ട് സേഫ് സെക്യൂരിറ്റി സർവീസിന്റെ 2 ഡിവിഷൻ കൂടി തുടങ്ങാമല്ലോ. എന്ത് ഡിവിഷൻ? ജെയിംസ് ബോണ്ട് ഡിവിഷൻ.